ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കടലയുടെ ഒരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലയാണ് ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം വെള്ളം വാലാൻ വേണ്ടി വെക്കുക. പിന്നെ ഇതിനു വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം, അത് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ എല്ലായിടത്തും എല്ലാം എത്തുന്നത് പോലെ നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഏകദേശം ഇവിടെ 1/2 കപ്പോളം വെള്ളം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് ഏകദേശം ഒരു പേസ്റ്റ് പോലെ ആകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ റേഷൻ കടയിലെ കടല കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വൈകുന്നേരങ്ങളിലോ ഇടയ്ക്കൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു കടല, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കടലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കടലയിലേക്കൊക്കെ നമ്മുടെ ഈ മാവ് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ചേർക്കാൻ മറന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ ചേർക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും അത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കാണാനും ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും, നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അതെടുക്കുക. പിന്നെ നമ്മൾ ഈ കടല നേരത്തെ തയ്യാറാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കോരിയിടുമ്പോൾ ഇതേപോലെ കോരിയിട്ടാൽ മതി. അതിനുശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് നിരത്തി കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഈ കടലയെല്ലാം വേറെ വേറെ ആയിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ നമ്മുടെ കട്ടയായിട്ടിരിക്കുന്ന കടലയെല്ലാം ഈ സ്പൂൺ കൊണ്ട് ഇതേപോലെ വേർപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴത്തേനും കടല നന്നായിട്ട് മുരിഞ്ഞ് വരും. സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലാവും, അതിൻ്റെ സൗണ്ടിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ഇൻ കേസ് വെള്ളം കൂടി പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ക്രിസ്പി അല്ലാണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുന്നതിന് മുൻപേ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാലക്കടല കിട്ടും. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.